നമസ്തേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചങ്കുകൾക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇപ്പം സമയം ഉച്ചയാണ്, എന്നാലും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഒരു ഫേസ്ബുക്കും യൂട്യൂബും എനിക്ക് ഒരുപോലെ പോകുന്നുണ്ട്. പക്ഷേ പലർക്കും പല സംശയങ്ങളുമുണ്ട്. അവരെല്ലാം കാണുന്നുണ്ട്, പിന്നെ കമൻസുകൾ ഇടുന്നുണ്ട്. നല്ല കമൻസും ഉണ്ട്, അതുപോലെ ചിലരൊക്കെ കുറച്ച് ഒരുപാട് കുറവുണ്ട്. എന്താ പറയുക, പറഞ്ഞ് എത്രയാ പറയാം, നമ്മൾ മൈൻഡ് ചെയ്യണില്ല. അപ്പം പിന്നെ അവർ നിർത്തി പോകുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടില്ല, അങ്ങ് നടക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ പോകുന്നോണ്ടേ അതിനകത്ത് ഞാൻ ഓരോ പോസ്റ്റുകൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ചെയ്യുന്നേ, ടീച്ചറിന് കുറേ പ്രായമായല്ലോ, പിന്നെന്തോന്നാ ഈ പ്രായമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ വയ്യാത്ത എന്താ? ഇത്രയും ജീവിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലേ എനിക്ക് ലോകപരിചയമില്ലേ? ഇത്രയും ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ലേ എനിക്ക്? ഇതെന്തെന്ന വലിയ കാര്യം? ആ ഫോണിന് അല്ലെങ്കിൽ നമ്മളൊരു ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റിങ് കാര്യങ്ങൾ അതിനൊക്കെ ചിലപ്പോൾ ഞാൻ ഒരു സഹായം ചിലപ്പോൾ വെച്ചു എന്ന് വരും. എഡിറ്റിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ അതിനൊരു സഹായം ചിലപ്പോൾ വെച്ചു എന്ന് വരും. എന്നാലും എപ്പോഴും വെക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പഠിക്കാവുന്നുള്ളൂ. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ആരോ ടീച്ചറിൻ്റെ പുറകിലുണ്ടല്ലോ, ആരോ ഒരു ശക്തിയില്ല. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളൂ. ദൈവത്തിന് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ നിമിഷം വരെ എന്നെ ദൈവം അങ്ങനെ നല്ല രീതിക്ക് നടത്തി തന്നിട്ടുണ്ട്. മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായല്ലോ, എന്നെ അപകീർത്തിപ്പെടുത്തി വല്ലവരും പബ്ലിക്കായിട്ട് വല്ലവരും പറയില്ല. ആർട്ടിസ്റ്റുകൾ ഒട്ടും പറയില്ല. എനിക്കറിയാം. എന്നറിയുന്ന എൻ്റെ കൂടപ്പറപ്പുകളെ പോലെ ഞാൻ കരുതുന്ന കുറേ കലാകാരന്മാരുണ്ട്, നല്ല കലാകാരികളും. ഡാൻസ് ആയാലും പാട്ടായാലും പല ഫീൽഡിൽ പല കലകൾ പലതും കൈകാര്യം ചെയ്യുന്ന പല ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇവരുടെയൊക്കെ സഹായം എനിക്കുണ്ട്. എങ്ങനെ? ടീച്ചറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെ. പിന്നെ എനിക്ക് കുറേ എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ ജീവന് തുല്യം കരുതുന്ന എൻ്റെ കൂടപ്പറപ്പുകളും ബന്ധുക്കളും അവരൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് മിണ്ടണേന് തൃശ്ശൂർക്ക് ഓടിപ്പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദൈവത്തിനെ പോലെ കാണുന്നത് ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ എന്താ അറിയോ, പൂജാമുറിയിൽ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു സൈഡിൽ എൻ്റെ രക്ഷിതാക്കളെ പടം വയ്ക്കണം എന്ന് ഞാൻ പറയാം. അത്രയ്ക്ക് നമ്മളെയൊക്കെ സഹായിക്കുന്ന, അവരെ കുഞ്ഞുങ്ങളിവിടെ പഠിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ളവർ ജീവിച്ചു പോകുന്നത്. അല്ല ഞങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ എന്താ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഗവൺമെൻറ് തലത്തിൽ. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഒരു ശാപം കിട്ടിയതാണ് ഈ ഒരു കാര്യം. ഒരു പ്രോഗ്രാം പോലും ഒരു കുട്ടിക്ക് കിട്ടാനുള്ള അവസരങ്ങളില്ല എന്നൊറ്റ വാക്കിൽ. പിന്നെ ക്ഷേത്രങ്ങളിലാണ് ഞങ്ങൾ കളിക്കുന്നത്. അത് കുട്ടികളുടെ അടുത്ത് നിന്ന് ഒരു പിരിവെടുത്ത് ഒരു 10-35 വർഷം മുമ്പൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ പൈസയൊക്കെ തരുമായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് കൊടുക്കണം. ഇപ്പം ഏത് ക്ഷേത്രത്തിൽ കളിച്ചാലും പൈസ കൊടുക്കണം. ഇതിനൊക്കെ കലാകാരന്മാർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. ഇപ്പം ഞാൻ ഇത് കേൾക്കുമ്പോൾ അവർ പറയും, ആ ടീച്ചർ പറഞ്ഞത് ശരി തന്നെയാ. വലിയ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരെ പൈസ കൊടുക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ ഡാൻസൊക്കെ പഠിച്ചിറങ്ങുക, അവർക്ക് ഒരു വേദി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പൈസ മേടിക്കാതിരിക്കുമെന്ന് ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. അത് ഭയങ്കര ദുഃഖമാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരെ പൈസ നമ്മൾ അങ്ങോട്ട് അടച്ചിട്ടാണ് കളിക്കുന്നത്. പിന്നെ ട്രസ്റ്റുകളുള്ള അമ്പലം, അവിടെയും പൈസ ചില ക്ഷേത്രങ്ങളിൽ ട്രിവാൻഡ്രത്ത് കൊടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ചോദിക്കണത് എന്താ അറിയോ, അരങ്ങേറ്റം ഉണ്ടോ, ടീച്ചർ അരങ്ങേറ്റം ഉണ്ടോ കുട്ടികളുടെ? അപ്പം നമ്മളെന്താ വിചാരിക്കുക, അമ്പലത്തിലല്ലേ പറയുന്നേ അരങ്ങേറ്റം ഉണ്ടോ? അന്ന് ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം. ഇവിടങ്ങളിൽ മേടിക്കുന്ന പൈസയാണ് ഇതൊക്കെ. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ടീച്ചറിൻ്റെ കൂടെ ആരാന്ന് പറഞ്ഞ് ഒരു ശക്തി ആരാന്നുള്ളതിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നത്. ആരറിയോ, ഞങ്ങൾ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ദൈവമുണ്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുറച്ച് പൂച്ചക്കുട്ടികളും കുറേ പട്ടിക്കുട്ടികളും, പിന്നെ കാക്ക വന്നാലും ഞാൻ ഭക്ഷണം ഇട്ട് കൊടുക്കും, പക്ഷികൾ വന്നാലും ഭക്ഷണം ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരാളാണ് ഞാൻ.
അപ്പോൾ അവരുടെയൊക്കെ അതിനൊക്കെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പൂച്ച ശരിക്കേ മഹാലക്ഷ്മി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ വീട്ടിൽ 2 പൂച്ചകൾ ഒരേ ടൈമിൽ പ്രസവിച്ച് കിടപ്പുണ്ട്. ഒരിക്കലും ഞാൻ അവരെവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നാലും പ്രസവ സമയമാകുമ്പോൾ ജനലിൻ്റെ അവിടെ വന്ന് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ വിളി കേട്ടാൽ നമുക്കറിയാം പ്രസവത്തിന് സമയമായി, അവൾ വന്നിരിക്കുന്നു. ഞാൻ തുറന്നു കൊടുക്കുന്നു, അവർ പ്രസവിക്കുന്നു, അവരെ നോക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതിൻ്റെ ഐശ്വര്യം എനിക്ക് 100% ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. 10-40 വർഷമായിട്ട് ഞാൻ പൂച്ച വളർത്തുന്നതാണ്. 1-2 വർഷമാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. ഒരു രോഗം വന്നാൽ ഞാൻ അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ച് മരുന്ന് അപ്പോൾ ഇവിടെ എത്തിക്കും, അല്ലെങ്കിൽ ഞാൻ പോയി മേടിക്കും, അല്ലെങ്കിൽ ഞാൻ മുറിവാണെങ്കിൽ ആ മുറിവിന് ഞാൻ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അവരെ സുഖപ്പെടുത്തുന്ന പരിപാടി. അല്ലെങ്കിൽ വെറുതെ കുറച്ച് കാശ് ചെലവുണ്ട്. അതുങ്ങളെ പട്ടികൾക്ക് പൂച്ചകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. അപ്പം എൻ്റെ ശക്തി എന്ന് പറഞ്ഞ ഇതാണ്, അല്ലാതെ വേറെ എൻ്റെ പുറകില്ല. പിന്നെ ദൈവങ്ങളെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പിന്നെ കളിച്ചുകൊണ്ട് നടക്കല്ലേ. ഞങ്ങൾക്ക് കലാകാരന്മാർ ദൈവത്തിൻ്റെ മക്കളാണ്. ഞങ്ങൾ 100% കലാകാരന്മാർ മൊത്തം ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു ജന്മം കലാകാരി ഉണ്ടെങ്കിൽ കോടാനുകോടി പുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പൂച്ചക്കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. വരൂ, എല്ലാവർക്കും കാണാം കേട്ടോ. ഇതാണ് എൻ്റെ മക്കൾ. ഞാൻ കാണിച്ചു തരട്ടെ, എല്ലാവരും കണ്ടു നോക്ക്. ഇതാ കിടക്കുന്നത് കണ്ട, 4 പേരുണ്ട്. 4 പേര് കിടക്കുന്നു. മൂന്നെണ്ണം ഒരേ കളറ്, ഒരെണ്ണം അമ്മയെ പോലെ. അവൻ്റെ അമ്മ അതേപോലെ ഇരിക്കുന്നത്, ബ്ലാക്കും വൈറ്റും ഒരു ബിസ്ക്കറ്റിൻ്റെ നിറം കൂടെ മിക്സ് ചെയ്ത്. കണ്ടല്ലോ. ഇനി അടുത്ത സെക്ഷൻ കാണിക്കാം. ഇതാ കിടക്കുന്ന അടുത്ത സെക്ഷൻ. അത് കണ്ടുകൂടാ കറക്റ്റ് കണ്ട. അതായത് കറുത്തൊരു ഷീറ്റ് വിരിച്ചു കൊടുത്തിരിക്കുക. അപ്പൊ കറുത്ത പേരാണ് 3 എണ്ണം കേട്ടാ. ഒരെണ്ണം വേറെ ഗ്രേ കളറ് കണ്ട. തള്ളപ്പൂച്ച നോക്കണ കണ്ട. അതൊക്കെ അറിയാം, നല്ല പരിചയമുള്ളതുപോലെ മൊബൈലൊക്കെ. ഓക്കെ ബൈ, എല്ലാവരും കണ്ടല്ലോ.